ഞാൻ 1-2 പ്രാവശ്യം പുറകെ പോയി ആ മാലയൊന്ന് തട്ടിപ്പറിക്കാൻ വിചാരിച്ചു. പക്ഷെ അവസരം കിട്ടിയില്ല. അവിടെ ഒന്ന് നമുക്ക് ഏറിയാലോ, കുറച്ച് വല്ലതും കയ്യിൽ കിട്ടും. തടിമാടനെ വേണ്ടായോ? എന്നാ അയാളെ എത്തുന്നത് പേടിയാണോ? പിന്നെ ഏത് വേണ്ടാടാ, നമുക്ക് വേറെന്താ ബ്രോഡ്വേയിലൊക്കെ കെട്ടി വെച്ചൊരു എന്തോ വളവി. വളവിക്കോ വളവിക്കോ അവരുടെ വീട്ടിലെ ഒരു വലിയ വീടാണ്, ഒരു മൂലെ. അവിടെ ഒന്ന് കേറിയാലോ? നിനക്ക് കടലാസം പറക്കാനാണ് അവിടെ പോണേ. പിന്നെ നമുക്ക് വാര്യൻ റോഡില് ഒരു ഭാര്യയും ഭർത്താവും ഡോക്ടറുണ്ട്. അവരുടെ വീട്ടിലൊന്ന് കയറിയാലോ? ഇങ്ങനെ രാവിലെ എഴുന്നേറ്റ് 2 കൂടെ പോകും, ഉച്ചയ്ക്ക് വരും, വൈകിട്ട് പിന്നെ പോകും, പിന്നെ വരും, പിന്നെ പോകും. ഈ പോക്കും വരവും മാത്രമേ അവർക്കുള്ളൂ. എവിടാണെന്നൊന്നും എനിക്കറിയത്തില്ല. 2 പേരും ഡോക്ടറെന്നാ പറയുന്നത്. പിന്നെയും പറയാം, ഞാൻ അയാളൊക്കെ കുറെ കഴിച്ചതാ. എന്നാ പിന്നെ ആരാ ഉള്ളത്? എടാ ഒരെണ്ണം കൂടെ ഉണ്ട്. നമ്മളെ കുട്ടനാട്ടൻ ജോർജുട്ടി, അയാളുടെ വീട്ടിലൊന്ന് പോയാലോ? അയാളുടെ വീട്ടിൽ എന്ത് കാശാ? അയാളെ എന്നാ ജോലിയെന്നറിയോ? പച്ചവെള്ളം ചൂടാക്കും. കാറ്റുമെല്ലാം നമുക്ക് തരം കിട്ടും. അപ്പൊ നാളെ തന്നെ ആ വീട്ടിലോട്ടൊക്കെ പോകാം. എന്താ എന്റെ ഇങ്ങനെ ഓടിയാണെന്ന് എനിക്ക് കാലൊക്കെ വയ്യ. നമുക്ക് എന്നിട്ട് ഈ 2 പേർക്ക് വീടുകൂടെ കഴിഞ്ഞിട്ട് ഈ പണിയൊക്കെ അങ്ങ് നിർത്താം. എന്താ എടാ, നമ്മള് വേറെ എന്ത് ചെയ്യുന്ന പറയാ, ഇങ്ങനെ ജീവിക്കും. എടാ, എത്ര നാളാണ് കട്ടും മോട്ടിട്ട് നമ്മളിങ്ങനെ ജീവിക്കുന്നത്? നമുക്കും വേണ്ടേ ഒരു കല്യാണമൊക്കെ കഴിച്ച് ജീവിക്കാൻ? ഇങ്ങനെയാണെന്നാൽ ആരാ പെണ്ണു തരുന്നത്? നല്ല കഥയായി. കല്യാണം സത്യം കണ്ടില്ലേ? ഓരോരുത്തരുടെ മുഖം കല്യാണം കഴിച്ചോട്ടെ. എടാ, ഭാര്യ മക്കളൊക്കെ കഴിഞ്ഞാലേ ചെലവിന് കാശ് കൊടുക്കണം. ഓ, അതിനായി കൊടുക്കാനൊക്കെ എന്തോടാ അതിന്റെ ഇത്? അയ്യോ, എന്നാ ഒരു കാര്യം ചെയ്യും, നമുക്ക് വല്ല ഒരു ബിസിനസ് ചെയ്താലോ? കച്ചവടം ചെയ്യാനേ കാശുണ്ടോ? നല്ല കഥയായി. അപ്പൊ പിന്നെ നമ്മൾ എന്തോ ചെയ്യും? ഇന്നത്തെ ഭാഗ്യം നോക്കട്ടെ. ഈ കപ്പലണ്ടി അല്ല ഇറക്കിയോ? എന്നാ ഉണ്ടോ? എടാ, ഒരു ഐഡിയ. എന്താണ്? നമുക്ക് ഇതുപോലത്തെ ഒരു വെള്ളം മുണ്ടും ഒരു വെള്ളക്കൂടി എവിടെന്തെങ്കിലും മോഷ്ടിക്കണം. എന്നിട്ട് എന്നാ ചെയ്യാനാ? എന്റെ വീട്ടില് വേദപുസ്തകമുണ്ടോ? നമുക്ക് ഉപദേശിമാരാവണം. നിനക്കെന്താ തലയ്ക്ക് വട്ടം പിടിച്ചോ? എടാ, ഞാൻ പറയണത് കേൾക്ക്. ഈ ഫോർട്ട് കൊച്ചി, എവിടെയാ, പട്ടാഞ്ചേരി, പിന്നെ എവിടെ, പനമ്പള്ളി നഗരത്തിലും ഒരുപാട് ക്രിസ്ത്യാനികളുണ്ട് ഇല്ലേ? അവിടെ അമേരിക്കക്കാരും ഗൾഫുകാരൊക്കെ ഉണ്ട്. എന്നിട്ട് എന്നാ ചെയ്യാനാ? ദിവസം ഓരോ വീട്ടിൽ കയറി ചട്ടം പൊട്ടിച്ച് നടക്കണം. മോശമല്ല, കേൾക്കണം. അവരുടെ അടുത്ത് പോയിട്ട് സുവിശേഷം പറഞ്ഞ നമുക്ക് ചില്ലറ കാശ് കിട്ടും, ഭക്ഷണം കിട്ടും ഇല്ലേ? ബുദ്ധി ഇല്ലേ നിന്റെ മത്തായിക്ക്? ശരി, അതൊക്കെ നടക്കുന്ന കാര്യമാണോ? നോക്കട്ടെ, ട്രൈ ചെയ്യാൻ നമുക്ക്. നമുക്ക് ഇറങ്ങി നോക്കാം. സുവിശേഷം പറയാനും അതെ, എനിക്കറിയാലോ. ഇതുവല്ല നിനക്കും അറിയാമോ? സുവിശേഷം എന്ന് പറഞ്ഞാൽ എന്തുവാന്ന് അറിയാമോ? എടാ, നീ സൺഡേ സ്കൂളിൽ പോയിട്ടുണ്ടാവില്ല. അയ്യോ, എനിക്ക് ചില്ലറ കഥകളും യേശു ക്രിസ്തുവിന്റെ വചനങ്ങളൊക്കെ അറിയാം. അതൊക്കെ വെച്ച് ഞാൻ കാശിക്കോടാം. അല്ല